ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് നോൺ വെജ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നോൺ വെജ് വെറൈറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പോകുന്ന സ്ഥലത്ത് കിട്ടാത്തായിട്ട് നോൺ വെജ് വെറൈറ്റീസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ആൾക്കാർക്കൊരു ചിന്തയുണ്ട്, ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് ബീഫ് കിട്ടില്ല, അല്ലെങ്കിൽ ബീഫ് കഴിക്കാനായിട്ട് സുലഭമായിട്ട് കിട്ടില്ല എന്നൊക്കെ. എന്നാൽ ഈ പോകുന്ന സ്ഥലത്ത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേറെ എവിടെയല്ല, നമ്മുടെ ശിവാജി നഗറിൽ നൈറ്റ്ലി സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ റംസാൻ സ്റ്റാർട്ടായല്ലോ. അപ്പോൾ റംസാൻ സ്റ്റാർട്ടായത് കാരണം നിറയെ ഷോപ്പുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഇവിടെ ഒന്നും നേരത്തെ ഫുഡിൻ്റെ ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പുറത്തോട്ട് വന്നേക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശിവാജി നഗറിലെ ഫുഡ് സ്ട്രീറ്റ്, അതായത് റംസാൻ്റെ ഫുഡ് സ്ട്രീറ്റ്. അപ്പോൾ ആ കാണുന്ന ക്ലോക്കിൽ സമയം നോക്കിക്കോ, രാത്രി 12:15, അതായത് വെളുപ്പിന് 12:15. ഇവിടെ ആളുകൾക്കൊന്നും ഒരു തിരക്കിനും കുറവില്ല. ഇനി നമുക്ക് കാണാം, അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് എന്തുമാത്രം തിരക്കുണ്ടെന്ന് നല്ലപോലെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനകത്ത് എൻ്റർ ആവുന്നേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഏരിയ. ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു വെറൈറ്റീസും ഇല്ല കേട്ടോ. ചിക്കൻ ആകട്ടെ, മട്ടൺ ആകട്ടെ, ബീഫാകട്ടെ, എന്ത് തന്നെ ആണെങ്കിലും കേട്ടോ, എല്ലാത്തിൻ്റെയും പലതരം വെറൈറ്റീസ്. പിന്നെ നമ്മൾ അതിനൊക്കെ ആൾക്കാരിങ്ങനെ വിളിച്ചകത്തോട്ട് കയറ്റും. അതായത് നമ്മളെ വിളിച്ചല്ല, കൈ പിടിച്ച് അകത്തോട്ട് കയറ്റും. വാ വീഡിയോ എടുക്കണോ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കണോ എന്നും പറഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പിടിച്ച് കയറ്റും. അത് കാരണം സൂക്ഷിച്ച് നടക്കുക. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ബാംഗ്ലൂരിലെന്ന് വെച്ചാൽ രാത്രി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. രാത്രി ഒരു 10 മണി, 10, 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. കടകളെല്ലാം നേരത്തെ അടയ്ക്കും. ചില ഏരിയകളിൽ മാത്രമേ കടകൾ കാണത്തുള്ളൂ. അതിലൊരു മെയിനൊരു ഏരിയയാണ് ഈ ശിവാജി നഗർ. രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു ഏരിയയാണിത്. അതായത് രാത്രി 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ പോയാലും ഭയങ്കര ക്രൗഡായിരിക്കും. അതിനൊക്കെ ഫുഡ് കഴിക്കുകയും ചെയ്യാം. പിന്നെ റംസാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, രാത്രി ഒന്നും അവിടെ ഒന്നും ഉറക്കമില്ല. രാത്രി അതിന് രാവിലെ അതിന് എപ്പോൾ പോയാലും അടിപൊളി ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്ന ഏരിയയാണ്. ഇതുണ്ട് ഓരോരോ ടെൻറ്റുകൾ. ഇത് പലയിടത്ത് റെസ്റ്റോറൻറ്റുകളുള്ളവരാണ്. അവരിവിടെ വന്നിട്ട് പുതിയ ടെൻറ്റുകൾ അടിച്ചിട്ട് ഇവിടെ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ നോൺ വെജാണ് കേട്ടോ. നോൺ വെജ് ലവേഴ്സ് ആണെങ്കിൽ മാത്രം പോയാൽ മതി. വെജ് ലവേഴ്സൊന്നും അവിടെ പോയിട്ട് വെജിറ്റേറിയൻ ആളൊന്നും അവിടെ പോയിട്ടൊരു കാര്യമില്ല. പിന്നെ സ്വീറ്റിൻ്റെ കാര്യമാണ് പറയേ വേണ്ട, നിറയെ വെറൈറ്റീസാണ്, പലതരം സ്വീറ്റ് ഐറ്റംസാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഏരിയനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നിറയെ ഹൈജീനിക്കൊക്കെ നോക്കുന്ന ആൾക്കാരാണ് ഒക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചിലപ്പം ഈ അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇത്രയും ക്രൗഡും ഇത്രയും തിരക്കുള്ളൊരു ഏരിയ ആണ്. എപ്പോഴും അവർക്ക് ഫുള്ള് നമ്മുടെ റെസ്റ്റോറൻറ്റ് കണക്ക് തന്നെ ക്ലീൻ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. പക്ഷേ പകൽ ടൈമിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ് കേട്ടോ. അതിനൊക്കെ തന്നെ രാത്രി ഇത്രയും തിരക്കുള്ളപ്പോഴേ ഉള്ളൂ സ്വല്പം വൃത്തിയുടെ കുറവൊക്കെ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുക. ഈ ഇത്രയും തിരക്കൊക്കെ ഉള്ള സ്ഥലമല്ലേ, അപ്പോൾ നമുക്ക് കളവ് പോയാലും നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിച്ച് നമുക്ക് കൊള്ളാം. പിന്നെ അതിലൊക്കെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഇടയ്ക്കൂടെ വരുന്ന സ്കൂട്ടറുകളൊക്കെ പാഞ്ഞാണ് വരുന്നത്. നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഇരിക്കും. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നടക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ ഫുഡെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചത് നൂൽപുട്ട്, അതായത് ഇടിയപ്പവും സ്റ്റീക്ക്, അതായത് ബീഫിൻ്റെ സ്റ്റീക്ക്, പിന്നെ നെല്ലി സൂപ്പ്, അതേപോലെ തന്നെ വീലിൻ്റെ ഒരു ഗ്രേവി ടൈപ്പ് ഒരെണ്ണമാണ്. അപ്പം ഇത് ശരിക്കും ഇവിടുത്തെ സ്പെഷ്യൽ അത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ വീല് അല്ലെങ്കിൽ സ്റ്റീക്ക്, പിന്നെ അത് കഴിഞ്ഞ് മട്ടൺ കബാബ്, അങ്ങനെ കുറേ സാധനങ്ങളാണ് കേട്ടോ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ട്രൈ ചെയ്യണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിനും കൂടെ, ഈ നോൺ വെജ് ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ അവർ സപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടിയപ്പം എന്നാണ് നമ്മൾ പറയുന്നത്. നൂൽപുട്ടെന്ന് പലയിടത്തും പറയും. അതാണ് ഇവർ കൊടുക്കുന്നത്. ഇവരുടെ മെയിൻ സ്പെഷ്യൽ ഐറ്റം അതാണ്. ഇവർ കൂടുതലും കഴിക്കുന്നത് അതാണ്. അപ്പം ഇടിയപ്പമാണ് എല്ലാത്തിനും കൂടെ സപ്ലൈ ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇടയ്ക്ക് 1-2 ചായക്കടകളുണ്ട് കേട്ടോ. ടീ ഷോപ്പുകൾ, ഒരു രക്ഷയില്ലാത്ത ടീ ഷോപ്പുകളാണ് കേട്ടോ. അതായത് നമ്മൾ ബാംഗ്ലൂർ ചായ ഒരു പ്രത്യേകത ഉണ്ടെങ്കിലും ഇവിടുത്തെ ചായ അതിലൊരു പ്രത്യേകതയാണ്. നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശിവാജി നഗർ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടൊരു നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.